ആ വക്കീലൊന്ന് മാറിക്കേ, ബാക്കി ഞാൻ ചെയ്തോളാം കേട്ടോ. ഞണ്ട് വറുത്തു കൊടുത്ത് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയിട്ടുള്ളതെന്നറിയോ? എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, ഈ MCH എക്സാമിന് സെലക്ഷൻ കിട്ടി ചേട്ടൻ സ്റ്റേറ്റ്സിലേക്ക് പോയാല് 2 കൊല്ലമല്ലേ? ഇടയ്ക്ക് വരാൻ പറ്റില്ലേ? ഒരു പ്രാവശ്യം വരാൻ തോന്നുന്നു. ഒരു പ്രാവശ്യവും? എന്നാ പിന്നെ പോണ്ടെന്ന് പറയായിരുന്നു. എങ്ങനെ ഇത്രയും നാൾ കാണാതിരിക്കുക? എന്റെ വക്കീലെ, ഇതൊന്നും കിട്ടില്ലെന്നേ. ആ, അങ്ങനെ കിട്ടാതെയൊന്നും ഇരിക്കില്ല. ഓ പിന്നെ ഈ ഞണ്ട് വറുത്ത് കൊടുത്താലും സെലക്ഷൻ കിട്ടില്ലെന്നേ. നിനക്ക് തന്നെ അവളെ കെട്ടിച്ചേരാം. അവന്റെ ഒരു റൊമാൻസ്. മോള് ഊണ് കഴിച്ചോ? നീയാ? ഏയ് ഒന്നും ആയില്ലേ? പപ്പടം കാഴ്ച തീർന്നു. ഞണ്ടാ രാജി വഴിന്ന് വാങ്ങിച്ച മീൻകാരത്തിന് എന്തൊരു ചീത്ത കേട്ടെന്നോ. അല്ല അതെ, അവക്ക് മീൻചത്തൊന്നും പരിചയമില്ലാത്തോണ്ട്. ഒരു വർത്താനം പറഞ്ഞുണ്ടല്ലോ. പിന്നെ ഈ ചോറ് വിളമ്പാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടോ? ECക്ക് 32 വകുപ്പ് അനുസരിച്ച് 10 മിനിറ്റ് കൂടി കഴിയും. അപ്പുറത്ത് പോയി കള്ളനും പോയി. നീ പോയി ആ മേശൻ വൃത്തിയാക്ക. പോകുന്നുണ്ടോ അവിടുന്ന്? അയ്യേ ചേട്ടാ, രാജയുടെ ബർത്ത്ഡേക്ക് സാരി എടുത്തില്ലല്ലോ. നാളെ മുതൽ നാളെ തന്നെ എടുക്കണം. മറ്റന്നാ ഞായറാഴ്ച. August 12 ബർത്ത്ഡേ ആണെങ്കിൽ 11 എടുക്കുന്നത്. ഇപ്രാവശ്യം 11 ഞായറാഴ്ച. മറക്കണ്ട. മറക്കല. നീ ചോറ് വിളമ്പുന്നുണ്ട്. ആ ഞണ്ടിന് ചീത്തയായി പോടി. ശോഭ, ആ പ്ലേറ്റിൽ എടുത്ത് വെക്കേ. ശരി, ചേട്ടൻ അങ്ങോട്ട് വാ. എന്താ സുഖ? ഇവക്ക് 2 സാരി വേണം. വേണ്ട, എടുത്തോളൂ. മമ്മി, എനിക്ക് വരണെന്താ? എനിക്ക് വരണെന്താ? ആരും ബഹളം വെക്കണ്ട, ഞാൻ എടുത്തുതരാം. മോളെ, കണ്ണട താഴെ തുടക്കരുതേ. ഇത് നീ തിന്നു. ചേട്ടാ, ഇത് ചേച്ചിക്ക്, ഇത് ഇത് അനുമോന്, ഇത് മിനിമോ, ഇത് രാജിമോൾ. കൊള്ളാം. നീ ഒന്നും വേണ്ടല്ലോ, താപലി. ആ ഉണ്ണി, വാതിൽ തുറക്ക്. രാജന. രാജയുടെ അകത്തുണ്ട്, പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്കൊന്നും ഇല്ലേ? അതിന് നിന്റെ ബർത്ത്ഡേ അല്ല. അല്ല, അച്ഛനെതിരെ ഉറങ്ങില്ലേ? ഇന്ന് അല്പം താമസിച്ചുറങ്ങാമെന്ന് കരുതി. പണിക്കരേട്ടുണ്ടല്ലോ. നാളെ അകത്തോട്ടില്ല. എന്താ പ്രസന്റേഷനുമായ രാജൻ രാത്രിയിൽ? നാളെ അല്ലേ ബർത്ത്ഡേ? ഇത് ഞാൻ കഴിഞ്ഞ 5 വർഷങ്ങളായി കാണുന്നൊരു സത്യമാണ്. August 12 ബർത്ത്ഡേ ആണെങ്കിൽ 11 രാത്രി 12 മണിക്ക് രാജനിവിടെ എത്തിയിരിക്കും. ഈ 12 മണിക്ക് തന്നെയാണ് രാജിയെ പ്രസവിച്ചതും രാജന്റെ അമ്മ മരിച്ചതും. 10-22 വർഷങ്ങളായെങ്കിലും ഇന്നും ഞാൻ അതെല്ലാം ഓർക്കുന്നു. Wish you a happy birthday.
ബർത്ത്ഡേ. ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജന്മദിനം. പിന്നല്ലാതെ അപ്പോ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? എന്താണ് വേഗം പറ. ധൃതി പിടിക്കല്ലേ? അപ്പോ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജന്മദിനം. പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ചരമദിനമാണോ? അതല്ല അതല്ല. അപ്പോ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ നമ്മള് സന്തോഷിക്കേണ്ട ദിവസം. അതിനിപ്പോ എന്ത് പറ്റി? പറ്റിയെന്നല്ല, നല്ല മാല. മണിയൊന്നും അടിക്കണ്ട. എന്താന്ന് വെച്ചാ അല്ല, എന്റെ അഭിപ്രായമല്ല, നിന്റെ ചേട്ടന്റെ അഭിപ്രായമാണ്. എന്താ? ഒരു 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 കുപ്പി, അല്ല ഒരു മാള്. ചേച്ചി പിന്നെ പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു? മാള് ചേച്ചി പാട്ടി വെച്ചതുണ്ടല്ലോ. എന്താടി ചേച്ചി ഇതേ എന്തേ തനിക്കെന്താ ഇവിടെ കാര്യം? ഇത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. അത് ശരി, എന്താ കാര്യം? ചേച്ചി എന്തെങ്കിലും ആയിക്കോട്ടെ. കഷ്ടായത് ചുമ്മാ ചേച്ചി സ്മോൾ വേണോന്ന്. എന്താ ഇവിടെ പ്രോബ്ലം? ചുമ്മാ ഒരു കാര്യമില്ലാതെ പെണ്ണ് വീർന്നുകൊണ്ട് വള അളിയച്ചാർക്കേ സ്മോള് വേണമെന്ന്. മാളോ? അവന്റെ ആഗ്രഹമല്ലടി, അടിച്ചോട്ടെ. ഞാൻ കാപ്പി എടുക്കട്ടെ? വേണ്ട രാജി. എന്ത് പറ്റി? എന്താ മുഖം നല്ലായിരിക്കുന്നു? ഒന്നുമില്ല, ഒരു ചെറിയ തലവേദന. എന്നിട്ട് മരുന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല. ഇവിടെ പിലിച്ചു വല്ലതും ഇരിപ്പുണ്ടോ? ഒന്നും കാണില്ല. ഞാൻ മരുന്ന് വല്ലതും വാങ്ങിപ്പിക്കാം. കുഞ്ഞിനേട്ടാ, ഒന്ന് മെഡിക്കൽ സ്റ്റോർ വരെ പോണം. വരൂ, അകത്ത് വന്ന് റിലാക്സ് ചെയ്താൽ മാറും. ഞാനാണ് കീപ് ലെഫ്റ്റ് രഞ്ജൻ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ ഉണ്ണി. താങ്ക് യു. യു ആർ സെലക്ടഡ്. ഏറ്റവും കൂടുതൽ മാർക്ക് മിസ്റ്റർ ഉണ്ണിക്കാണ്. രാജന് സെക്കൻഡ് റാങ്ക് ആയിപ്പോയി. മിസ്റ്റർ ഉണ്ണി, ബാംഗ്ലൂരിൽ ഇനി 2 ടെസ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ. ഞാൻ പേഷ്യൻസ് ഉണ്ടോ? ഓക്കെ, ഗോ ഹെഡ്. ഓക്കെ. എന്താ മിസ്റ്റർ ഉണ്ണി? സാർ, എനിക്കൊരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് സിറ്റ് ഡൗൺ. അതായത്, ഞാനും ഡോക്ടർ രാജനുമായുള്ള അടുപ്പം സാറിനറിയാലോ. അറിയാം. കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഒരു സഹോദരനേക്കാൾ കൂടുതൽ അടുപ്പത്തിൽ. രാജന്റെ ജീവിതാഭിലാഷമാണ് ഇങ്ങനെയൊരു ഡിഗ്രി. സെക്കൻഡ് റാങ്ക് രാജനല്ലേ? രാജനും രവീന്ദ്രനും ഈക്വൽ മാർക്സ് തന്നെയാണ്. പക്ഷേ രവീന്ദ്രനെ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അയാളുടെ പിന്നിൽ ധാരാളം ബ്ലാക്ക് മാർക്സ് ഉണ്ട്. പിന്നെ രാജന് പോകണമെങ്കിൽ ഉണ്ണി വിഡ്രോ ചെയ്താലേ നടക്കൂ. ചെയ്യാം സാർ, ഞാൻ വിഡ്രോ ചെയ്യാം. അങ്ങനെ സഹായം ചെയ്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. ഓക്കെ. താങ്ക് യു സാർ. രാജനെ കണ്ടാൽ ഒന്ന് വരാൻ പറയൂ. ശരി സാർ. സാർ, ഒരു ഉപകാരം കൂടി ചെയ്യണം. എന്താണ്? ഞാൻ വിഡ്രോ ചെയ്തുകൊണ്ടാണ് രായന് സെലക്ഷൻ കിട്ടിയതെന്ന് അവൻ അറിയരുത്. അറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. ഓ, അങ്ങനെയുണ്ടോ? ഒരു കാര്യം ചെയ്യും, ഉണ്ണി ഒന്ന് എഴുതി തന്നേക്ക്. ശരി സാർ, ഞാൻ എഴുതരാം. വരട്ടെ. ശരി. വന്നല്ലോ താലപ്പൊലി. ഇതേ ഉള്ളൂ. ഇപ്പൊ എന്താ ചേച്ചി? എന്റെ ചേട്ടന് റാങ്ക് കിട്ടാൻ ഞാൻ അർച്ചന നടത്തിയപ്പോ എന്നെ കളിയാക്കിയില്ലേ? ഇരിക്കുന്നു, ആ പാർട്ടിയും കൂടെ എഴുതിയതാ. ഇതിന് കിട്ടില്ലാന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഒന്ന് പോടി അവിടുന്ന്. ഇവന്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമല്ല എന്ന് കരുതി ഞാൻ പ്ലാന് മാറിക്കൊടുത്തതല്ലേ? പിന്നെ അത് നോണ.
കിട്ടിയില്ലെങ്കിൽ മുന്തിരി പുളിക്കും. അതിനെന്താ, ഇനി ബാംഗ്ലൂരിൽ 2 ടെസ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടുമോ നോക്കാമല്ലോ. അതെ ഏട്ടാ, ബാംഗ്ലൂരിലെ ടെസ്റ്റ് ഡിഫിക്കൽട്ട് ആണോ? അവൻ ചുമ്മാ അടിക്കല്ലേ, അത് ലൈറ്റ് ടെസ്റ്റ് ആണ്. മെയിനൊക്കെ എന്നേ കഴിഞ്ഞു. എന്റെ പേരിൽ രാജൻ നടത്തിയ കംപ്ലൈന്റാ എന്റെ MCA സെലക്ഷൻ നഷ്ടപ്പെടുത്തിയത്. ഈ സമയം നോക്കി മനഃപൂർവ്വം അവൻ എന്നെ ചതിച്ചതാ. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാക്കി ഞാൻ അവനോട് പ്രതികാരം ചോദിക്കും. നീ നോക്കിക്കോ. ഫ്ലൈറ്റിന്റെ സമയമായല്ലോ ഉണ്ണേട്ടാ. ചേട്ടനെ കണ്ടില്ല. വന്നല്ലോ പാർട്ടി. എന്താ താമസിച്ചത്? ആ ലെവൽ ക്രോസ് തുറക്കാൻ താമസിച്ചു. അയ്യോ, സമയമായില്ല ചേട്ടാ. ടിക്കറ്റ് ഒക്കെ അല്ലേ? അല്ല, വെയിറ്റിംഗ് ആണ്. ശരിയാക്കാം. അതാരുടെ വണ്ടി? അത് നമ്മുടെ നെയ്ബർ തോമസാ. പുള്ളിക്കാരൻ എയർപോർട്ടിലേക്ക്. നമ്മുടെ വണ്ടി വീട്ടിൽ കിട്ടണം. താക്കോലിന്ന്. എന്തിന്? അല്ല, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ. നീ ഇല്ലല്ലോ, വിലെന്താ അത്യാവശ്യം? സാരമല്ല, എന്തെങ്കിലും ആവശ്യം വന്നാലോ. ഇരിക്കട്ടെ, അച്ഛനോട്. അച്ഛാ, അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടെ. വിഷ് യു ഹാപ്പി ജേർണി ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു. അതെ. ഹലോ, ഉണ്ണേട്ടാ ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാൻ അവനെ കത്തോണ്ടിരിക്കുകയല്ലായിരുന്നു. വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാ. ഇത് കഴിയില്ലേ? ഗോപി വന്നില്ല. കേട്ടുന്നത്. കാപ്പി എടുക്കട്ടെ? അല്ല, പോയിട്ട് ധൃതിയുണ്ട്. കേട്ടു തുറന്നില്ല. വൈകുന്നേരം കാണാം. എന്തായി? എന്നത്തേക്ക് വെച്ചു? വീണ്ടും നീട്ടാനാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്തിന്? എന്നാ കേസ്? തിങ്കളാഴ്ച. മറ്റന്നാളോ? നിങ്ങൾ വന്നേ. നീ എന്തായി കാണിക്കുന്നത്? കൊച്ചുകുട്ടികളെ പോലെ. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും. ഇന്ന് നിനക്ക് സംഭവിച്ചു, നാളെ ഇത് എനിക്ക് സംഭവിക്കാം എന്ന് കരുതി നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? എന്നിട്ട് മണ്ടത്തരം കാണിക്കുക. മിസ്റ്റർ ജോർജ്, തിങ്കളാഴ്ച സാക്ഷിസ്ഥാനാണോ? അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ. ഒരു ബുദ്ധിമുട്ടുമില്ല. തിങ്കളാഴ്ച രാവിലെ ഇങ്ങ് വന്നോളൂ. പോയിക്കോ. രാജി, നീ ഇനി കോർട്ടിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് പോയ ആള് തിരിച്ചു വരുമോ? നിനക്കൊരു കുഞ്ഞില്ലേ? ചേച്ചി, നീ ഒന്നും പറയണ്ട. എഴുന്നേറ്റ് കുളിച്ചൊന്ന് ഫ്രഷ് ആവൂ. കമോൺ, വരാം. രാജി, നീ കോർട്ടിലേക്ക് വെക്കൂ. ഞാൻ പിലാക്കന്റെ കണ്ടിട്ട് വരാം. വാ, കാറ് വന്നു. വരട്ടെ ചേച്ചി. ഹലോ, അച്ഛനാണോ? ഞാൻ രാജനാണ്. എന്താ മോനെ? അച്ഛൻ, ഞാൻ ബാംഗ്ലൂർ വരെ ഒന്ന് പോവാണ്. ഓഹോ, വിഷ് യു ഹാപ്പി ജേർണി. താങ്ക് യു. അച്ഛൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണം. ശരി. ശരി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരാൻ കുറച്ചു ദിവസം പിടിക്കും. നീ അവളെ ശ്രദ്ധിച്ചോളേ. അവൾക്കിനി കോർട്ടിൽ പോകാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമായിരുന്നു. ഏതായാലും ഒരു ചേഞ്ച് ഉണ്ടല്ലേ. കോർട്ടിൽ പോകാൻ തുടങ്ങിയല്ലോ, അത് മതി. ഇനി ഞാൻ ശരിയായിക്കോളാം. ചേട്ടന് പോകാൻ സമയമായി. ഞാൻ ഡോക്ടർ രവി, ഉണ്ണിയുടെ ഫ്രണ്ടാ. ഓ, ഡോക്ടർ രവീന്ദ്രൻ. ഉണ്ണി പറയാറുണ്ട്. ഇരിക്കൂ. ചായ എടുക്കാൻ പറയട്ടെ? വേണ്ട, ഞാനിപ്പോ കഴിച്ചതാ.
എന്താ വിശേഷിച്ച്? കുറച്ചു ദിവസമായി അച്ഛനെന്ന് കാണുമെന്ന് വരുന്നു. രവിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ. ഇനി നിങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ വരാൻ. ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. അച്ഛന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതെന്താ? പറയാം. വിശ്വസിക്കാൻ അല്പ ബുദ്ധിമുട്ടുണ്ടാവും എന്നെനിക്കറിയാം. എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? പറയാം. ഞാൻ പറയുന്ന മുഴുവൻ വ്യക്തമായി കേട്ടതിന് ശേഷമേ അച്ഛനൊരു തീരുമാനം എടുക്കാവൂ. കാര്യം എന്താ? വീണ്ടും ഞാൻ പറയുകയാണ്, വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. കാരണം നമ്മുടെ സങ്കല്പങ്ങളെല്ലാം തകിടം മറിക്കുന്ന ഒരു സംഭവമാണിത്. എന്താണ് കാര്യമെന്ന് പറഞ്ഞില്ല. ഉണ്ണി മരിച്ചതെങ്ങനെയാണച്ചാ? കാറിന്റെ ബ്രേക്ക് പൊട്ടി. പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമായി പരിശോധിച്ചെഴുതിയിട്ടുണ്ട്. കാറിന്റെ ബ്രേക്ക് പൊട്ടി. പൊട്ടിച്ചതാണെങ്കിലോ? പൊട്ടിച്ചതോ? ആര്? എന്തിന്? അച്ഛാ, നമുക്ക് അകത്ത് പോലും സംസാരിക്കാം. ഇരിക്കൂ. അച്ഛനിരിക്കൂ. താങ്ക് യു. ഉണ്ണി ഓടിച്ച കാറിന്റെ ബ്രേക്ക് ആര് പൊട്ടിച്ചു എന്നാണ് പറയുന്നത്? പ്ലീസ് ടെൽ മീ. കാറിന്റെ ഉടമസ്ഥൻ തന്നെ. വാട്ട്? യെസ്, ഡോക്ടർ രാജൻ. ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. നിനക്കറിയാമോ, രാജൻ എന്റെ മകനാണ്, എന്റെ സ്വന്തം മകനെ പോലെ. ആയിരിക്കാം. പക്ഷേ ഉണ്ണി എന്റെ സ്നേഹിതനല്ല, സഹോദരനാണ്. വാട്ട് യു മീൻ? പ്ലീസ് ലിസൺ വാട്ട് ഐ മീൻ. എടുത്തു ചാടരുത് അച്ഛാ. ഞാൻ നിങ്ങളെ കബളിപ്പിക്കാൻ വന്നവനല്ല, നിങ്ങളുടെ ധാരണ തിരുത്താൻ വന്നവനാ. രാജനെതിരായി ഇനി ഒന്നും നിങ്ങൾ സംസാരിക്കരുത്. രാജൻ എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഉണ്ണിയുടെ ഘാതകൻ എന്റെ ശത്രുവാണ്. അവനെ ഞാൻ വെറുതെ വിടില്ല. അച്ഛൻ ഓർമ്മയുണ്ടോ, ഉണ്ണി മരിച്ച ദിവസം ജൂൺ 16 രാവിലെയാണ് രാജൻ ഫസ്റ്റ് ടെസ്റ്റിന്റെ വ്യാജന ബാംഗ്ലൂരിലേക്ക് പോയത്, അല്ലേ? അതെ. അന്നത്തെ ബാംഗ്ലൂർ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ചാർട്ടാണിത്. ഇതിൽ ഡോക്ടർ രാജന്റെ പേരെന്ന് കാണിച്ചു തരാമോ?